കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണ് നോക്കാം. ചതുർബാഹുവായ വിഗ്രഹത്തിൽ നേതൃരൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത്, ഭക്തരെ കാത്തിരിക്കുന്നത് നോക്കാം. നല്ല മഴ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ആദ്യം തന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ഗരുഡൻ്റെ വെങ്കല ശില്പത്തെയൊക്കെ കണ്ട് മഞ്ജുളാലിനൊന്ന് പ്രദർശനം ചെയ്ത് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ പുതിയ ഗോപുരമൊക്കെ കണ്ട് ഗോപുരത്തിലുള്ള ആ ചിത്രപ്പണികളുള്ള അതൊക്കെ കാണാൻ ഓരോ തൂണിലും ഓരോ ശില്പങ്ങളെ വെച്ചിട്ടുണ്ട്. കണ്ണൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ അവിടെ അങ്ങനെ കൊത്തിവെച്ച പോലെ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വാഹന പൂജ അവിടേക്ക് കണ്ട് തൊഴുത് നേരെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. മ്യൂസിയമൊക്കെ ഉണ്ട് അവിടെ. മ്യൂസിയത്തിലൊക്കെ പോയാൽ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഗുരുവായൂരത്തെ ഒരുപാട് പഴയ താളിയോല ഗ്രന്ഥങ്ങളും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. അവിടേക്ക് ഒഴിവ് കിട്ടുമ്പോൾ പോവാട്ടോ. അങ്ങനെ നമ്മൾ അത്തിമര ഗണപതിയുടെ അടുത്ത് വന്ന് ആ ഗണപതിയെ കണ്ട് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും ഒഴിവാക്കി തരാനായിട്ട് പ്രാർത്ഥിച്ചിങ്ങനെ വരാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. തിരക്ക് എന്ന് വെച്ചാൽ തിരക്കൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇനി അതേപോലെയാണ് വലിയ എന്താ പറയുക, വൈശാഖത്തിലെ തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴാനായിട്ട് കയറുകയാണ്. അപ്പോൾ ആ മുൻഭാഗത്ത് എത്തുമ്പോൾ വാതിൽപ്പടി കയറുന്നതിന് മുന്നേ തന്നെ കേശവൻ്റെ ആ കൊമ്പ് കാണാം, 2 കൊമ്പ് കാണാം. നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെ കാണാം. കണ്ണനെ എവിടെ ഉണ്ടോ, വിഷ്ണു എവിടെ ഉണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കണ്ട് മനസ്സിൽ പ്രണമിച്ചിട്ട് അങ്ങനെ കിടക്കാം. അങ്ങനെ വരുമ്പോൾ തന്നെ ശ്രീലകത്തേക്കുള്ള നോട്ടാണ് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ പ്രകാശം ഇങ്ങനെ കാണാം. നമുക്ക് അതിൻ്റെ ഇടയിൽ ഇടതുവശത്തുള്ള ആ മേൽപ്പത്തൂരിനെ ഒന്ന് കണ്ട് പ്രണമിക്കാം. ആ പീഠം കാണാം. അവിടെ ആ ഗ്ലാസ് ഇട്ട കൂട്ടിൽ അങ്ങനെ കെടാവിളക്ക് കത്തി നിൽക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വലതേ വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണുന്നു. ആ പൊന്നിൻ്റെ വിളക്കിലുള്ള പ്രഭ ഇങ്ങനെ കാണുന്നു. ഭഗവാന്റെ ഓടക്കുഴലും ഗോപീതിലകങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രസന്നതയോട് കൂടിയിട്ട് ഇങ്ങനെ കാണുന്നു. അങ്ങനെ നമ്മൾ കാൽവിളകൾ കാണാണ്ട്, 2 കാൽവിളകൾ കാണാണ്ട്, കാല് കാണുന്നു, കാൽവിളകൾ കാണുന്നു. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആ ചുവന്ന പട്ടൊക്കെ, ചുവന്നതും മഞ്ഞയായിട്ടുള്ള പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത ഇത് കാണുന്നു. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണുന്നു. അരമണി ആ കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ തുടരെ മുകളിലേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കണം. ആ കുഞ്ഞ കുമ്പയൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മുല്ലമൊട്ടുമാല ഉണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 സ്വർണ്ണ മാലകൾ കാണാനുണ്ട്. അങ്ങനെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. ആ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേമാതിരി പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 3 എണ്ണം ഉണ്ട്. തിരുമുടി മാലകൾ എന്ന് പറഞ്ഞാൽ വെളുത്ത പൂവിനാണ് ഏറ്റവും പ്രസക്തി. അങ്ങനെ 2 വെളുത്ത പൂവിൻ്റെ ചെറിയ തുളസിയും കൂടി വെച്ചതും പിന്നെ തെച്ചിയും തുളസിയും കൂടി ഉള്ളതും, അങ്ങനെ 3 തുളസി മാല, തിരുമുടി മാലകൾ. പീലി തിരുമുടി ഇങ്ങനെ ആ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു കയ്യിൽ പൊന്നോടക്കുഴൽ വെച്ചിട്ടുണ്ട്, മറു കയ്യിൽ ആ വെണ്ണ ഉരുളയുണ്ട്. അപ്പോൾ വെണ്ണക്കണ്ണനായിട്ടാണ് ഇന്നത്തെ ഉണ്ണി ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കണത്. പിന്നെ വലിയ ഉണ്ടമാലകൾ 2 എണ്ണം ഉണ്ട്. അതിങ്ങനെ വലിയ താഴത്തേക്ക് എത്തുന്ന തരത്തിലാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ അതേപോലെ തന്നെ വെളുത്ത പൂവിന് തന്നെയാണ് കൂടുതൽ. പിന്നെ വിധാനമായിട്ട് 4 തുളസി മാലകളുണ്ട്, ഒരു താമരമാലയുണ്ട് മുകളിലിങ്ങനെ വെച്ചിട്ട്. അങ്ങനെ ശ്രീലകത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭഗവാന്റെ
സോപാനപ്പടിയിൽ എത്തിയിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ തിരുമുഖ ദർശനമാണ് ഈ കാണുന്നത്. അപ്പം എല്ലാവരും കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ, ആ വെണ്ണക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ആ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ബലിതർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നീട് നമ്മൾ തിരിഞ്ഞിങ്ങനെ ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഭണ്ഡാരത്തിൻ്റെ ആദ്യത്തെ ഭണ്ഡാരത്തിലെ F1 ആ ഭണ്ഡാരത്തിൻ്റെ മുകളിലായിട്ടാണ് താമരക്കണ്ണൻ്റെ ആ ഒരു വരച്ചതുള്ളത്. അപ്പോൾ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങനെ വരുമ്പോൾ ആ ഗണപതിയുടെ അവിടെ വരിക. ഗണപതിയുടെ അവിടേക്ക് അങ്ങനെ ഗോളകി ഇറക്കിയാണെന്ന് മുഖത്ത് അങ്ങനെ ബാക്കിയുള്ള അർച്ചനകളൊക്കെ നടത്തിയിട്ടുണ്ട് ധാരാളം. അതൊക്കെ കാണുന്നു. കദളിപ്പഴം ഉണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നേദ്യത്തിന് ഇന്ന് കദളിപ്പഴം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് കദളിപ്പഴം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. അവിടെയും കിടാവിളക്ക് കത്തി നിൽക്കണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് നമ്മൾ ആ കോർണറിൽ കൂടെ അങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കൗപ്രമാരാത്ത് അച്യുത നമ്പൂരിപ്പാടാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആ വാമനാവതാര രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു രൂപം കാണാം. പിന്നെ നേരെ നമുക്ക് കാണുന്നത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെ കണ്ട് പിന്നെ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ലക്ഷ്മി വിളക്കിൽ, വലിയ ലക്ഷ്മി വിളക്കിൽ ധാരാളം നെയ്യ് ഒഴിച്ചിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അതിൻ്റെയും പ്രകാശമുണ്ട്, അതിൻ്റെ ചൂടുമുണ്ട്. മഴ പെയ്യുണ്ടെങ്കിലും ചൂട് നന്നായിട്ടുണ്ട് അവിടെ വരുമ്പോഴേ. അങ്ങനെ അവിടുന്ന് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക, പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിക്കുക. അതിനുശേഷം തിരിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കണ്ണനെ കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം, ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നിപ്പോൾ കുറച്ച് കുങ്കുമം മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. അവിടെ മാലകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുറച്ചിങ്ങനെ ഇതായാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളും കണ്ട് നോക്കണം, ശ്രദ്ധിച്ച് നോക്കാനുള്ള സമയം കിട്ടുക വെച്ചാൽ ആ മ്യൂറൽ പെയിൻറ്റിങ് നടത്തിയത് മൊത്തം നോക്കുകയാണെങ്കിൽ ആ കണ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങളും കാണാൻ കഴിയും, ഓരോരോ ഭാഗങ്ങളും കാണാൻ കഴിയും. അത്രയ്ക്കും മഹത്തരമായിട്ടുണ്ട് ആ പെയിൻറ്റിങ്ങൊക്കെ. അതുപോലെ ആ താമരക്കണ്ണനെ, ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനാണ്, കണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം കിഴക്കേ ആ ഗ്രില്ല് ഉള്ള ഭാഗം കണ്ട ആ ഗ്രില്ലിൻ്റെ അവിടെ വന്ന് നോക്കിയാൽ, ഉള്ളിലേക്ക് നോക്കിയാൽ ആ മണിക്കിണർ കാണാം. അതേപോലെ ഉള്ളിലേക്ക് കടന്ന് നോക്കിയാൽ നേരെ ആ നൃത്താറ കാണാം. നൃത്താറയിൽ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുക. ഇപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ കയറി ചെല്ലാൻ കഴിയില്ല. അവിടെ ഗ്രില്ല് അടച്ചിരിക്കും. ചില സമയത്ത് മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുള്ളൂ.
അപ്പോൾ എന്തായാലും മറ്റേത് ആദ്യം താമരക്കണ്ണൻ ആ ഭാഗത്തുള്ള സമയത്താവുമ്പോൾ എല്ലാവരും അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം കുറച്ച് കമ്മിയാണ്. എന്നാലും ഇടയ്ക്കൊക്കെ പോയി തൊഴാട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇവിടെ എത്തിയാൽ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ പ്രസാദം വിതരണം ചെയ്യുന്ന അവിടേക്ക് ചെന്നാൽ അവിടുന്ന് നമുക്ക് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ ഭഗവതിയുടെ അടുത്തേക്ക് ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെ ഇന്ന് വലിയ തിരക്കൊന്നും പറയാനില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ടേനി. അത് കൂടെ നമുക്ക് പോയിട്ട് ഭഗവതിയെ കാണാം. അവിടെ ഇന്ന് ഗോളകയൊക്കെയാണ് ഇറക്കിയാണ് കേട്ടോ. മുഖമൊക്കെ നല്ല രസമായിട്ടുള്ള ആ ഒരു ഇതാണ്. തെച്ചിപ്പൂവിനാണ് പ്രാധാന്യം. തെച്ചിപ്പൂ കൊണ്ട് ധാരാളം മാലയുണ്ട്, അതേപോലെ ഇതുമുണ്ട്, പൂജകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂർ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ പ്രതീതി കൂടി ആവും. അങ്ങനെ മമ്മിയൂരപ്പനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. കൊടിമരത്തിൻ്റെ അവിടേക്ക് വന്നാൽ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി നടക്കാം. അവിടെ നോക്കിയിട്ട് ഒന്നുകൂടി ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് ആ വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ ഒന്ന് ഇറങ്ങി നിന്നിട്ട് നേരെ നോക്കിയാൽ ആ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ പടിഞ്ഞാറേ നടയിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥത്തെ കണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ അതിൽ ആ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം നടക്കുമ്പോൾ ആ പൂന്താനത്തിൻ്റെ ആ നാരായണീയ ഹാള് കാണാം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്കേ നടയിലേക്ക് എത്തുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഭഗവതീനെ ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പിന്നെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്നുകൂടി ആ ഭഗവത് ദർശനം നമുക്ക് ഒന്നുകൂടി ലഭിക്കും. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ആ വിളക്ക് എന്തായാലും കാണും. അപ്പോൾ പിന്നെ ആളുകൾ കുറവാണെങ്കിൽ നേരെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ തെക്കേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കൂവളം കാണാം. ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായി പോയി മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ നമ്മൾ ആ കൂവളത്തിൻ്റെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ കഥയും കൂടെ പറയാം. മറ്റൊന്നുമല്ല, അതായത് ഒരു മയിലിൻ്റെ കഥയാണ്. കണ്ണന് ആ പീലി കിട്ടാൻ, അതായത് പീലി സ്ഥിരപ്പെടുത്താനുണ്ടായൊരു കാരണം, ചെറുപ്പത്തിലെ പീലി കിട്ടിയിട്ട് അത് സ്ഥിരമായിട്ട് പൊന്നോടക്കുഴൽ വെച്ച മാതിരി തന്നെ മയിൽപ്പീലി അദ്ദേഹത്തിൻ്റെ ശിരസിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് സ്ഥിരപ്പെടുത്താനുണ്ടായൊരു ചെറിയൊരു കഥ. ഒരു മയിൽ ഒരുപാട് കാലം കണ്ണൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് കണ്ണൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഒരു വർഷത്തിൻ്റെ ഏകദേശം മരിക്കാറായ സമയമായി, ഒരു വർഷം കൂടിയൊക്കെ ഉള്ളൂ അത്രേ. അങ്ങനെ ആ മയിലിന് തോന്നി, എനിക്ക് പെട്ടെന്ന് ഇഹലോഹവാസം വെടിയേണ്ടി വരും എന്നൊക്കെ തോന്നിയപ്പോഴാണ് അതേവരെ പറന്ന് പാടി ചാടി പോയിരുന്ന ആ മയിൽ പതുക്കെ വന്ന് കണ്ണൻ്റെ അവിടെ എത്തി. കണ്ണൻ്റെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്നും കണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള അതുമായി എന്നിട്ട് കണ്ണനെ സ്തുതിച്ച് പാടി. പക്ഷേ
കണ്ണൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. ഇടയ്ക്കെങ്ങാനൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു വർഷം ഭജന ഇരുന്ന മാതിരി പാട്ടൊക്കെ പാടിയിട്ട് അവിടെ ഇരുന്നിട്ടും കണ്ണൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല, തന്നെ ശ്രദ്ധിക്കുന്നില്ല, തന്നോട് എന്തിനാ വന്നതെന്നോ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ മയിലിന് ഭയങ്കര വിഷമായി. അങ്ങനെ വിഷമായിട്ടും കരച്ചിൽ തുടങ്ങി. എന്താ ഇപ്പോൾ ഭഗവാൻ എന്നെ കാണാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്ത എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ. നമ്മളൊക്കെ ഇപ്പോൾ അതല്ലേ ചെയ്യുക, നമ്മളെ ശ്രദ്ധിക്കണില്ല തോന്നിയാൽ പിന്നെ കരച്ചിലായി. അപ്പോൾ അങ്ങനെ കരയുന്ന ഘട്ടത്തിൽ ഒരു മൈന വരികയാണ്. മൈന വന്നിട്ട് എന്താ ഇപ്പോൾ ഈ പ്രഭുവിൻ്റെ അവിടെ വന്നിട്ട് എല്ലാവരും ദുഃഖങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തീരുക ചെയ്യുക. പക്ഷേ എന്താ ഇപ്പോൾ ഈ മയിലിന് മാത്രം ആ ദുഃഖം മാറാത്തത്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കാൻ പോയപ്പോഴാണ് പറയണത്, ഞാനൊരു വർഷമായിട്ട് ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഭജന പാടുകയാണ്, പക്ഷേ ആ ഗോകുലനാഥൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല, എനിക്കൊരു തുള്ളി വെള്ളവും കൂടി തന്നില്ല, എനിക്ക് ഭക്ഷണവും തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറയാം, എന്നാൽ നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ എവിടേക്കാ? ബർസാനയിലെ രാധാദേവീനെ ഒന്ന് കാണാൻ പോവാമെന്ന്. അങ്ങനെ രാധാദേവിയുടെ അടുത്തേക്ക് പോയിട്ട് രാധാദേവിയുടെ അടുത്ത് ചെന്നിട്ടും രാധാദേവീനെ പറ്റി പാടാൻ ആദ്യം പറഞ്ഞത്, പക്ഷേ പാടിയത് കണ്ണനെ പറ്റി തന്നെയാണ്. അതിനുശേഷം രാധാദേവീനെയും പാടി. അങ്ങനെ പാടി വെക്കുമ്പോൾ രാധാദേവി പെട്ടെന്ന് വന്നിട്ട് ചോളിലൊക്കെ കൈയിട്ട് അങ്ങനെ എന്താണ്, എപ്പോഴാണ് വന്ന്, എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഭഗവാന്റെ അവിടെ ആയിരുന്നു ഒരു വർഷം, എന്നെ ശ്രദ്ധിച്ചില്ല, എനിക്ക് ഒന്നും ചെയ്തു തന്നില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആ വിഷമം പറഞ്ഞു. ഇത്രയ്ക്കും അനുകമ്പ ഉള്ള രാധാദേവിയുടെ അടുത്ത് വന്നാൽ മതിയായിരുന്നു ആദ്യം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാദേവി പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഗോകുലത്തിലേക്കൊന്ന് പോവൂ, എന്നിട്ട് അവിടെ ചെന്നിട്ട് രാധാറാണീനെ പറ്റിയിട്ട് പാടൂ, അപ്പോൾ എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അല്ല, ഞാൻ അമ്മയെ വിട്ട് ഇവിടുന്ന് പോവില്ല എന്ന്. അല്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സോട് കൂടിയിട്ട് ഗോകുലത്തിലേക്ക് പോയി. ഗോകുലത്തിൽ ചെന്ന ഉടനെ രാധാറാണിയെ പറ്റിയിട്ടുള്ള, ബർസാനയിലുള്ള രാധാറാണീനെ പറ്റിയിട്ട് ഇങ്ങനെ പാട്ട് പാടി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കണ്ണൻ ഓടി വന്നിട്ട്, എന്താ ഉണ്ടായി, എവിടുന്നാണ് വരുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വന്നു മയിലിനോട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു വർഷക്കാലം അങ്ങയുടെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ദിവസവും തപം ചെയ്തു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പോൾ രാധാദേവിയുടെ പാട്ട് പാടിയപ്പോൾ തന്നെ അങ്ങ് വന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ കണ്ണങ്ങനെ പറയാണ്, ഓരോന്നിനും ഓരോ സമയമുണ്ട്, അത് കാരണമാണ്, എന്തായാലും നീ ചെയ്ത തപമൊന്നും വെറുതെ ആവില്ല, ഇനി നിൻ്റെ കാലശേഷം, അതായത് നിൻ്റെ ഒരു പീലി എൻ്റെ തിരുമുടിയിൽ എന്നും ഉണ്ടാവും, ആ പീലി ഏത് കാലത്തും ഉണ്ടാവും എന്നുള്ള ഒരു അനുഗ്രഹം. അതായത് ഒരു നോക്ക് കാണാനാണ് ആ മയിൽ, കണ്ണനെ കാണാനാണ് വിചാരിച്ചിട്ടുള്ളൂ, ആ കണ്ണൻ്റെ ഒരു സ്പർശനം മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ കിട്ടിയതോ ഏറ്റവും വലിയ വൈകുണ്ഠവാസവും അതുപോലെ തന്നെ എന്നും സ്മരിക്കുന്ന തരത്തിൽ തൻ്റെ ആ ഒരു പീലി ഭഗവാന്റെ ശിരസിൽ അർപ്പിക്കാനുള്ള ഒരു മഹാഭാഗ്യവുമാണ്. അപ്പോൾ ഈ കഥയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഭഗവാൻ നമ്മളെ എന്തായാലും തേടിയെത്തുന്നു, ഭഗവാന്റെ കടാക്ഷം നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതുമാണ് ഇത്. എന്തായാലും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.